എൻ്റെ പേര് ബാഹുലീനാണ്. ധനുശ്വരം സ്വദേശിയാണ്. ദേശീയ കായികധർമ്മം. ഞാൻ ജോലിക്ക് കയറിയിട്ട് 2014 കയറിയത്. 10 കൊല്ലം കഴിഞ്ഞിട്ടും ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. 10 കൊല്ലം ആവുന്ന തവണയാണ് സ്ഥിരപ്പെടുത്തുന്നത്. ഇനി എനിക്ക് ഈ ജോലിയിൽ കൗൺസിലിൽ നിൽക്കണമെന്ന് ആഗ്രഹമില്ല. വേറെ ജോലി ആയിട്ടുണ്ട്. ഞാൻ ഉടനെ തന്നെ പോകുന്നതാണ്. ഒരു 6 മാസം കൂടി എങ്ങനെയും സഹിച്ചു പോകും. അത് കഴിഞ്ഞിടം വേറെ ജോലി ആയിട്ടുണ്ട്. പോകാനാണ് ഒന്നീ ചാനലിൽ പോകുന്നതാണ്. എന്നെ 2-3 പേര് ഇതിനകത്തുള്ളവരെന്നെ വിവാദം ഉണ്ടാക്കിയവരെ ഞാൻ ഓരോ പച്ചയ്ക്ക് തന്നെ അവരെ അവസാനം പറയും. ചാനലിൽ പോകുമ്പോൾ ഓരോ ദിവസം ഇവരെ പച്ചയ്ക്ക് ഞാൻ പറയും. ഓരോ കാര്യങ്ങൾ ഇവരെ അഴിമതികളും ഇവരെ ഇതെല്ലാം ഞാൻ പച്ചയ്ക്ക് പറയും. ഞാനിനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. സത്യം എന്നാലും പുറത്തു കൊണ്ടുവേണ്ടി. അത് എനിക്ക് 10 കൊല്ലം കഴിഞ്ഞ് എന്നെ ഇതുവരെ ശരിയാക്കിയില്ല. മുമ്പേ 10 കൊല്ലം കഴിയുമ്പോൾ എനിക്ക് ആ സ്ഥിര ജോലി വന്നതാണ്. പിന്നെ രണ്ടാമത് ഡെയിലി വേസ് എടുത്ത് അടിച്ചതാണ്. എല്ലാ ഓർഡറും പോയപ്പം ആ ഗണേശ് ചെയ്തു വെച്ച വേലയാണ് എനിക്ക് ഡെയിലി വേസ് ജോലിയായത്. അച്ഛന് വേണ്ടി ഓടിക്കൊണ്ടാണ് അവസാനം സ്ഥിര ജോലി പോയത്. ഡെയിലി വേസായി. ഇന്നേക്കും നാട്ടുകാരെ അറിയട്ടെ, ആ ഗണേശാണ് ഇന്ന് പൊടിക്കുന്നത്. അറിയാമല്ലോ, ഞാൻ പറയണ്ടല്ലോ. ഒരു അച്ഛന് വേണ്ടി ഓടിയുണ്ട്. ഈ ഗണേശനാണ് നിങ്ങളെല്ലാം കൂടി മന്ത്രിയാക്കിയത്. നല്ലൊരു മന്ത്രിയല്ലേ. അയാളെ വിവാദങ്ങൾ വേണ്ട കണ്ടില്ല. ഇതൊക്കെ കറക്റ്റാ പറയണം. എൻ്റെ പയ്യൽ എല്ലായിടം പോയി മണിയുടെ അടുത്തും പോയിട്ട് അതും പാസ്സാക്കി വന്നതിന് ശേഷമാണ് എനിക്ക് ജോലി തരണ്ട, എൻ്റെ അച്ഛന് വേണ്ടി ഓടിക്കൊണ്ട് ജോലി കൊടുക്കണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇന്ന് മന്ത്രി. അന്ന് തന്നെ അയാൾ മൂട്ടിൽ വീഴുന്നുണ്ട്. ഞാൻ തന്നെ ആറ്റുവല് തൊഴുന്നു. അന്ന് വൈകുന്നേരത്തുള്ള മുഖ്യമന്ത്രി സമ്മേളനം നടത്തിയപ്പോൾ തന്നെ മൂട്ടി വീഴുന്നു ഗണേഷ് കുമാർ. അതുകൊണ്ട് ഇതുവരെ നന്നാവണില്ല. അവന് ഓരോ പ്രശ്നം വന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അതങ്ങനെയാണ്. നമ്മൾ ദൈവത്തിനെ തൊഴുന്നതിന് ഒരു അനുഗ്രഹമുണ്ട്. സത്യത്തിൻ്റെ കാലമുണ്ട്. ദുഷ്ടം ചെയ്യണവന് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും. പക്ഷെ എൻ്റെ കൂടി പിണങ്ങിയവരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഒന്നീ അവ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ അല്ലാതെ ചാവും. പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു പോലീസുകാർ എന്നെ അടിക്കണമെന്ന് പറഞ്ഞു. അവസാനം കൈ തിരിഞ്ഞു. അവസാനം അവൻ മാപ്പ് പറഞ്ഞു. പലരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിനടുത്ത് വലിയ ബിംബം അടിച്ച് എൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന്. അവസാനം അവരുടെ കഷ്ടപ്പാട് അവർ അറിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുക. അതുകൊണ്ട് വരുന്നവർ കാരണം എൻ്റെ കൂടി ഉടക്കിക്കഴിഞ്ഞാൽ പിന്നെ അവന് രക്ഷയില്ല. അവസാനം അവൻ ഓരോരുത്തരും നോക്കിയിട്ടാണ് അന്ന് അയ്യോ ബാഹുല നിൻ്റെ കൂടി ഉടക്കിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, നമുക്ക് ആ വീട്ടിൽ സമാധാനം പറയിട്ട സത്യം. നമ്മളെന്ന് പറഞ്ഞാൽ ആരെയും വകവയ്ക്കാതെ ഓടുന്നതല്ല. മഴ വരെ പെയ്യുന്നുണ്ട്. ശബരിമലയിൽ പോകുമ്പോൾ 208 കിലോമീറ്റർ ഓടുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. എത്ര വെറിയാനാലും ആ ആകാശം കറുക്കുന്നു, മഴ പെയ്യുന്നു. ദൈവിക ശക്തിയാണ്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിന് പോണേനും എനിക്ക് പോണേനും വലിയ സന്തോഷമുള്ളൂ. അതിലായിരുന്നാലും വേറെ ജോലിക്ക് പോയാലും ഞാൻ സ്പോർട്സ് കൗൺസിലിനെ ഉടനെ വിടും. കൂടുതൽ തവണയൊന്നുമില്ല. എന്നെ സ്ഥിരമാക്കൂല. അതങ്ങനെയാണ് സ്ഥിരമാക്കാനുള്ളത്. കായിക താരങ്ങളെ സ്ഥിരമാക്കും, അല്ലാത്തവർക്കാണ് സ്ഥിരമാക്കും. അതൊക്കെ പണവും കാശും ഉണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ ജോലി വരും. അത് ശരിയാണ്. അത് സത്യം പുറത്തു കൊണ്ടുവരും. ഞാൻ ഇതിന് പെയ്യാലും സത്യങ്ങളെല്ലാം പുറത്തു വരും. എന്നെ പാടുപെടുത്തി വരെ ഞാൻ പാടുപെടുത്തിട്ടേ വിടുള്ളൂ. ഞാനല്ലാതെ ആരെയും ചെയ്യും ഒരുത്തരും ഞങ്ങൾ ദ്രോഹം ചെയ്യില്ല. എന്നെ പാടുപെടുത്തി വരെ ഞാൻ അവനെ വലിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. സത്യം പുറത്തു കൊണ്ടുവരും. എല്ലാവരും ഷെയർ ചെയ്യുക. ഞാൻ കൂടുതലായാലും സ്പോർട്സ് കൗൺസിലില്ല. സത്യങ്ങൾ പുറത്തു കൊണ്ടുവരും. അഴിമതികളെല്ലാം പുറത്തു കൊണ്ടുവരും. അതെല്ലാം എനിക്കറിയാം. ആദ്യം തൊട്ടുള്ള അഴിമതികളെല്ലാം അറിയാം. എല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും. എനിക്ക് പോലീസിനെ ഒന്നും പേടിയില്ല. നിങ്ങൾ പോലീസിനെ ഏത് ദേവേന്ദ്രനെ അറിയിച്ചാൽ പച്ചയ്ക്ക് പറയാം. അവൻ്റെ പേരെടുത്ത് തന്നെ ഞാൻ പറയും. ഞാൻ ലൈവിൽ പേരെടുത്ത് പറയും. എനിക്ക് ആരെയും പേടിയില്ല. ആരെന്നോട് വിവാദം കാണിച്ചാൽ അവനെ ഇത്തുകൂടി ഞാൻ കഞ്ചാവിൻ്റെ കേസിൽ വലിയ ഇത് പറഞ്ഞു. അവന്മാർ അവസാനം ഇടയ്ക്ക് കൊണ്ടുപോയി. നമ്മൾ ജീവിക്കുമ്പം സത്യം പുറത്തു കൊണ്ടുവരിക. ആരെയും പേടിക്കണമെന്നില്ല. വാർത്ത പറയാൻ കഴിവുണ്ടെങ്കിൽ അവനെ പേടിക്കണം. ആരെയും സത്യം ഇതുപോലെ നിങ്ങളും കൊണ്ടുവരിക. ഓരോ വാർത്ത സത്യങ്ങൾ പുറത്തു കൊണ്ടുവരിക. ഇന്നും ഓരോ അഴിമതികൾ നടക്കുന്ന അവന്മാർ തിന്നുകൊണ്ട് അഴിമതി സ്രാവുകളാണ് ഈ അഴിമതിയിലുള്ളത്. മറ്റേ വാർത്തകൾ കണ്ട് ഇതുപോലെ കൊണ്ടുവരും. നമ്മൾ ചെയ്യുമ്പോൾ മറ്റേ ഏഷ്യാനെറ്റ് ആയിരുന്നാലും കൈരളി ആയിരുന്നാലും ജീവനായിരുന്നാലും 24 ആയിരുന്നാലും 24 ഇപ്പോൾ സത്യവാർത്തകൾ കൊണ്ടുവരണമെന്നാണ് പലരും പറയുന്നത്. പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത് കഴിവാണ്, അവരെ കഴിവാണ്. ആ 24 ചാനൽ ഇപ്പം ശരിക്കും ആൾക്കാർ കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയുന്നു. സത്യം പുറത്ത് വരിക ആരായിരുന്നാലും. എന്നായിരുന്നാലും നമ്മൾ ചെയ്താൽ സത്യം പുറത്ത് കിട്ടും. നമ്മൾ ചെയ്യുന്നതിന് കൂലിക്ക് ഫലം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആരും നോക്കണ്ട, തിരിഞ്ഞു നോക്കുകയെന്ന് വേണ്ട. നമ്മൾ സത്യം പറഞ്ഞാൽ അത് എന്നായിരുന്നാലും നിലനിൽക്കും. കള്ളം പറഞ്ഞാൽ നിലനിൽക്കില്ല. കള്ളത്തിന് കാലമില്ല. അത് ഒരു കാലം വരെ നിൽക്കുകയുള്ളൂ. എനിക്കിതേ പറയാനുള്ളൂ. എനിക്കിനി സ്ഥിരമാവണമെന്നൊന്നും ഇല്ല. എനിക്ക് വയസ്സും ഇനി ഒരു അറ്റാക്കും വന്നു. ഇനി എത്ര കാലം ജീവിക്കുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ.
നേരത്തെ ചാവണയ്ക്ക് ആ ദൈവത്തിൻ്റെ ഭാഗ്യം ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടെ, അതിലൊന്നും എനിക്ക് പേടില്ല. നമ്മൾ ജീവിക്കും ദ്വീപർ മനസ്സ് കൽ പവറോടെ ജീവിക്കുക, മരിക്കുന്നതോ അതുപോലെ മരിക്കുക. അതാണ് എൻ്റെ കുടുംബത്തിൽ. ആരെ അസൂയയും കുശുമ്പൊന്നും എനിക്ക് പറയുക, നേരെ പറയുക, നേരെ പോവുക, അത്ര എൻ്റെ മനസ്സിലും. പല വൈസ് പ്രസിഡന്റുകളും വെട്ടിച്ചു, കോടികൾ വെട്ടിച്ചു. അവൻ്റെയൊക്കെ അഴിമതികളിൽ ഇപ്പോഴും അവൻ കൂടിയിരിക്കുന്നുണ്ട്. പാർട്ടിയിലുള്ള ചില പാർട്ടിക്കാരാണ്, അവനെയൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഫയൽ രണ്ടാമത് പോയിട്ട് ചോദിച്ചപ്പം പറഞ്ഞതെന്തരെന്നു, കൂടെ ഒന്നും ആളെ എടുക്കത്തില്ല കേട്ടോ. നീ എങ്ങനെ എടുക്കും? അവനെയൊക്കെ എന്നെ ആദ്യം തൊട്ട് അവൻ്റെ ജീവിത ചരിത്രം, അവ എവിടെ വീട് വെച്ചു, എന്ത് ചെയ്തു, അവ എത്ര വസ്തു വാങ്ങിച്ചു, ഇതെല്ലാം ഞാൻ കൊണ്ടുവരും. അതാണ് പറയണത്. ബാഹുലേനെ ആരെയും പേടിയില്ല, ചാനലിൽ പോകാനും പേടിയില്ല. ചാനൽ ഇനിയിപ്പോൾ പോകുന്നു, എല്ലാത്തിനും പേടിക്കണം. എന്തിനാണ്? സത്യം പുറത്തു വരുമെന്ന് പറഞ്ഞും സ്രാവുകൾ പേടിക്കുന്നു, ഞാൻ പേടിക്കത്തില്ല. എന്നാലും സൂര്യൻ ഉദിച്ചു വരും, പട്ടികൾ കുരയ്ക്കും, സൂര്യൻ ഉദിച്ച് തന്നെ പോവും. കർമ്മത്തിനേ കാലമുള്ളൂ എന്ന് പറയും പോലെ നിങ്ങളും അത് ചെയ്യുക. 2 ദിവസം ജീവിക്കുന്നവരാണ് നമ്മളും നിങ്ങളും ഒക്കെ. വണ്ടി ഓടിക്കൊണ്ടിരിക്കും, ഒരു ദിവസം ആവുമ്പോൾ നിൽക്കും. ആര് പറഞ്ഞാലും നമ്മൾ എത്താൻ പലരും പറയും നമ്മൾ അതിൻ്റെ ഇതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെത്തും. എനിക്ക് വാർത്ത പറയാൻ അറിയോ? എനിക്ക് ദൈവം ഒരു കഴിവ് തന്നു. ഒരു കഴിവുണ്ടായിരുന്നാലും വേറൊരു കഴിവുണ്ട്. പറഞ്ഞ് കഴിവ് പഠിക്കാനുള്ള കപ്പാസിറ്റി പഠിക്കും. എന്നെ ആരും പഠിപ്പിച്ചൊന്നും തന്നേയില്ല, സ്വന്തമായിട്ട് ഞാൻ വളർന്നു വന്നതാണ്. അതുപോലെ നിങ്ങൾക്കും കഴിവുണ്ട്, ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് ദൈവം തന്നിട്ടുണ്ട്. ഇല്ലെന്നും നമ്മൾ 2 ദിവസത്തെ ജീവിക്കുന്നു, അത് കഴിയുമ്പോൾ പോവാളാം, തിരിച്ചു പോകണം. നമ്മളെ കാര്യം കഴിയുമ്പോൾ നമ്മൾ പോകണം. മനുഷ്യനായിട്ട് ജീവിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ആദ്യം ശബരിമലയിൽ ഓടി, ഗുരുവായൂർ ഓടി, എടത്തോ പള്ളിയിൽ ഓടി, തൃക്കാക്കര ക്ഷേത്രം വരെ ഓടി. ഇങ്ങനെ ശരിക്കും എടത്തോ പള്ളി, തൃക്കാക്കര ക്ഷേത്രം, എല്ലാ ക്ഷേത്രങ്ങളിലും ഓടിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. ശിവാലയം ഓടിയതും, വിവാദ ഓട്ടങ്ങൾ, സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന വധശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് ഓടിയത്, അതെല്ലാം ഞാനേ ഓടിയിട്ടുള്ളൂ. നീ ഒരു പാറശാലൻ കാസർഗോഡ് ഒരു എൻ്റെ റെക്കോർഡാണ്. എല്ലാം ദൈവത്തിൻ്റെ കഴിവ്. ഗിന്നസിലും ആയി കഴിഞ്ഞു. ഇനി ഏറ്റവും വലിയതാണ് ഗിന്നസ്, അതിലും ആയിക്കഴിഞ്ഞു. എനിക്കത് അതുകൊണ്ടൊന്നും ഞാനൊരു വലിയ ആളെന്ന് പറഞ്ഞൊന്നും ഞാൻ നടക്കുന്നത്. ഞാൻ ഇന്ന് സാധാരണപ്പെട്ടവനോട് എല്ലാവരോടും വേണ്ടി എല്ലാവരുടെ കാര്യത്തിനും ഞാൻ പരിഗണിക്കുന്നുണ്ട്. ക്യാൻസർ രോഗിക്ക് 60 ക്യാൻസർ രോഗികൾക്ക് പൈസ കൊടുത്തു. ഇതെല്ലാം നമ്മൾ ചെയ്തു. ആര് ചെയ്യും? ഇതുപോലെ ഒരുത്തൻ ജനിച്ച് ചെയ്യണ്ടേ? എന്നിട്ട് പറഞ്ഞാൽ പുട്ടടിച്ചെന്ന് പറയണവരും ഉണ്ട്. അത് നമുക്ക് പ്രശ്നമില്ല, അത് പറഞ്ഞോട്ടെ. എൻ്റെ വീട് തന്നെ ഒരു ചെറിയ കുടിലാണ് ഞാൻ ജനിച്ചത്, അത് ഓടായി ഇപ്പം ഷീറ്റിട്ട വീടെല്ലാണ്. അങ്ങനെയൊന്നും എനിക്ക് പറയാൻ ആരും ഞാൻ ദ്രോഹിക്കാൻ പോയിട്ടില്ല. എന്നെ ദ്രോഹിക്കാൻ വന്നാൽ ഞാൻ വിടുകയില്ല. അതിന് കറക്റ്റായിട്ട് അവനെ എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അതിൽ പോലീസിനെ എവിടെ കൊണ്ടുപോയി ആ പോലീസുകാർക്കും ഒരു പേടിയാണ്. പോലീസുകാർക്ക് എനിക്ക് ഇഷ്ടം പോലെ, എൻ്റെ കൂടി പഠിച്ചവരും അല്ലാത്തവരും പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ട്. പല റിപ്പോർട്ട്മെൻറ്റിലും ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് ഒരു കായിക താരം എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത്, എനിക്കിനി ശരിയാവണമെന്നൊന്നുമില്ല. എനിക്ക് ജോലിയിലെ എല്ലാം അടുത്ത് ഒരു ശരിയായിരുന്ന ഇത്രയും കഴിഞ്ഞ് പട്ടിയെ പോലെ ഞാൻ പെൻഷനാവും, തിരിച്ചു പോകണം. കായിക താരം എന്ന് പറഞ്ഞാൽ അന്ന് പിരിയുമ്പം എല്ലാ പത്രവും ടി വിയിലും അന്ന് എൻ്റെ ഒരു വാർത്ത ചെയ്യും, ഇത്ര കൊല്ലം നിന്ന് അത് പിരിഞ്ഞു, അത്ര. അല്ലാതെ ഈ ജീവിക്കുന്നതിന് ഒരു അർത്ഥമില്ല. IAS ജീവിച്ചാലും കലാരംഗത്തിലോ കായിക രംഗത്തിലോ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടെങ്കിൽ അവനെ ഒന്ന് പത്രത്തിലേക്ക് എടുത്ത് കാണിക്കും, അല്ലെങ്കിൽ അതുമില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. അല്ലാതെ നമ്മൾ വലിയവനെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. എസ്റ്റേറ്റും ഉണ്ട്, കാറുണ്ട്, ഇത് എല്ലാ മെച്ചലിലും കൂടെ ഇട്ടിട്ട് പോകാനേ പറ്റുള്ളൂ. മനുഷ്യനെ കൊണ്ട് ഒന്നും സാധിക്കാൻ പറ്റത്തില്ല. ദൈവം വിചാരിക്കണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. 10 കൊല്ലമായിട്ടും എന്നെ ശരിയാക്കിയിട്ടില്ല. ശരിയാവുമെന്ന് പ്രതീക്ഷയില്ല. അങ്ങനെ തന്നെ ഞാൻ പറയണം. ഇനി അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ടുകൾ ഓരോ ദിവസം നമ്മൾക്ക് ഇറങ്ങിക്കയറുന്നു വേദികളിൽ. ഫയലുകൾ എവിടെ പോയി, എവിടെ വെള്ളത്തിൽ കിടന്നു ലാഞ്ചുമ്പോൾ, ഇനി അത് ലാഞ്ച് എവിടെ വരെ എത്തുമെന്ന് അറിയാം. അടുത്ത ദിവസം നമ്മൾ രാവിലെ അനസിലേക്ക് പോകുന്നു. അവിടെ പോയപ്പോൾ അവിടെ ഫയൽ കാണുന്നില്ല. അടുത്ത ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫയലിലേക്ക് പോകുന്നു. അവിടെയും ഫയൽ അടുത്ത സെഷനിൽ പോയിരിക്കുന്നു. നമ്പർ ഒന്ന് പറയാമോ? ആ സെഷനിലേക്ക് പോകുന്നു. വീണ്ടും ആ സെഷനിൽ പോകുമ്പോൾ അന്ന് അവിടുത്തെ സാറ് വന്നില്ല. പിറ്റേ ദിവസം നമ്മൾ അടുത്ത സെഷനിലേക്ക് പോകുന്നു. അവിടെയും ആ സാറില്ല. എന്താ കാശിലേക്ക്? പിന്നെ എന്താണ്, സാർ എവിടെ പോയി? ഇതാണ് നടക്കുന്നത്. സർക്കാർ ഓഫീസുകൾ കാശുണ്ടോ വീട്ടിൽ ജോലി വരും. നമ്മൾ വീട്ടിലിരുന്ന് 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ജോലി കിട്ടും. 10-20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിടവും പോകണ്ട, നമ്മളെ വീട്ടിലേക്ക് ജോലി വരും. അതും കൂടി കാത്തിരിക്കണം. സ്വപ്നങ്ങൾക്ക് മാത്രം കാര്യം നിസ്സാരം.
കഥരാഘവീയം എന്ന് പറയും പോലെ തിരിഞ്ഞു നോക്കി പോകുന്ന ഭൂമിയിൽ ചവിട്ടി പോകുന്ന ആരാണ്? എന്താണ് പറയാനുള്ളത് എന്ന് പറയും പോലെ 7 മക്കളെ പൊന്നുപോലെ വളർത്തി അവരെന്നെ ചതിച്ചു. 1 ഏക്കർ വസ്തു മാറ്റി രാജമ്മയെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ധനുച്ചുരം റെയിൽവേ വെച്ച് കാണുന്നുണ്ട്. രാജമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 7 മക്കളെ പൊന്നുപോലെ വളർത്തി അവരെന്നെ ചതിച്ചു, 1 ഏക്കർ വസ്തു മാറ്റി. അതുപോലെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് ആരെ കൂടിയാണ് എന്ത് പറയാനാ, ഏത് ചോദിക്കാനാ? ഇതെല്ലാം ഒരു ആശയമാണ്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേയൻ.